PM ശ്രീ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. സ്വന്തം മന്ത്രിമാരെ പോലും അറിയിക്കാതെ, പാർട്ടി അറിയിക്കാതെ, മുന്നണിയെ അറിയിക്കാതെ തലയിൽ മുണ്ടിട്ട് പോയി ദില്ലിയിൽ പോയി മന്ത്രി ശിവൻകുട്ടി ഒപ്പിട്ട ഒന്നാണ്. അന്നത്തെ മുഖ്യമന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ തമ്മിൽ ചേർന്ന ചർച്ചയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ വിവാദമായ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എന്ന് അന്ന് തന്നെ വലിയ ചർച്ചയായിരുന്നു. CPI അതിനെതിരെ വലിയ പ്രശ്നമുണ്ടാക്കി. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു, എനിക്കറിയില്ല അങ്ങനെ ഒപ്പിട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് അത് ഒപ്പിട്ടത് എന്ന് മാത്രമല്ല, ഒപ്പിടുന്നതിന് 2 ദിവസം മുമ്പ് വരെ കേരളത്തിലെ എല്ലാ CPM നേതാക്കന്മാരും, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞത് ഇത് കാവ്യവൽക്കരണത്തിനാണ്, സ്വകാര്യവൽക്കരണത്തിനാണ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കാണ് ഇത് ചെയ്തിട്ടുള്ള കേന്ദ്രീകൃതവൽക്കരണത്തിനാണ് എന്നാണ്. ശരിയുമാണ്. പക്ഷെ എന്നിട്ടും ഒപ്പിട്ട് കഴിഞ്ഞ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ മാറ്റാൻ പോവാണ് PM ശ്രീ എന്നാണ്. ഏതായാലും അന്ന് അതിനെ അതിശക്തമായി എതിർത്ത ആളുകളാണ് UDF മാത്രമല്ല. ഇതിൽ UDF-ഉം VD സതീശനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ UDF-ന്റെ വിജയം കേവലം UDF-നോ കോൺഗ്രസിനോ ജനങ്ങൾ നൽകിയൊരു മാൻഡേറ്റ് അല്ല. അതിനപ്പുറത്ത് കേരളത്തിൽ ഒരു വലിയ പൊതു സിവിൽ സമൂഹം വളർന്നു വന്നിട്ടുണ്ട്. സ്വതന്ത്രമായി മുന്നണി രാഷ്ട്രീയത്തിന് അതീതമായി ഓരോ നടപടികളെയും വിലയിരുത്തുന്ന ഒരു സമൂഹം. ആ സമൂഹമാണ് ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും PM ശ്രീയുടെ കാര്യത്തിലാണെങ്കിലും സംഘപരിവാറുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ പിണറായി വിജയൻ സർക്കാരിനെ വലിയ തോതിൽ കുടുക്കി നിർത്തിയത്. അവരാണ് ഈ 110 സീറ്റിലേക്ക് 102 103 സീറ്റിലേക്ക് ഇവരെ എത്തിച്ചത്. നമ്മളത് കാണണം. 102 സീറ്റൊന്നും അല്ലെങ്കിൽ കിട്ടില്ല. ഈ പൊതുസമൂഹം ഉണ്ടാക്കിയൊരു വികാരമുണ്ട്. അത് CPM-നകത്തുള്ള ആളുകൾക്കും അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂരും തൃക്കരിപ്പൂരും തളിപ്പറമ്പിലുമൊക്കെ വലിയ തോൽവി ഉണ്ടായത്. മറ്റു പല സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞു. തീർച്ചയായും ഇത് വളരെ ദോഷകരമായൊരു സമീപനമാണ് അതിൽ PM ശ്രീ എന്ന് പറഞ്ഞത്. അന്ന് PM ശ്രീക്കെതിരായി വലിയ വാദം ഉയർത്തിയ ആളുകളിൽ ഒരാൾ KM ഷാജി എന്ന് പറയുന്ന ഇപ്പോഴത്തെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയാണ്. അറബിക്കടലിലെറിയും. ഞാനതിന് അറബിക്കടലിലെറിയും എന്നത് ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് കൊച്ചിക്കായലിലോ വേറെ ഏതെങ്കിലും എവിടെയൊക്കെ അറിയാം. പക്ഷേ അത് വെറും പ്രസംഗമല്ല. PM ശ്രീ നടപ്പാക്കില്ല എന്ന ഉറപ്പാണ് UDF കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്. ഒറ്റ രാത്രി കൊണ്ട് ആ ഉറപ്പിൽ നിന്ന് പിൻവാങ്ങുകയാണ് സതീശൻ. ഇത് വഞ്ചനയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ചോദിക്കാവുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. തീർച്ചയായും ഇതിനെതിരെ ഇപ്പോ CPM-ന്റെ ആളുകളൊക്കെ വന്ന് പറയുന്നതിലൊന്നും ഞാൻ വിലയും കൊടുക്കുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞു പഞ്ചാബ് പിന്മാറി എന്ന് അദ്ദേഹം പറഞ്ഞു, ശരിയാ. പക്ഷെ പഞ്ചാബ് പിന്നെന്താ ഉണ്ടായെന്ന് അറിയണം. എന്തുകൊണ്ട് തമിഴ്നാട് പോലൊരു നടപടി നമ്മൾ എടുത്തില്ല എന്ന ചോദ്യത്തിന് പിണറായി വിജയന് മറുപടിയില്ല. തമിഴ്നാട് നിയമപരമായി പോരാട്ടം നടത്തി കിട്ടേണ്ട ഫണ്ട് മുഴുവൻ വാങ്ങി, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതൊന്നും സതീശനും സർക്കാരിനും നടപ്പാക്കാനുള്ള ന്യായീകരണമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിനെപ്പറ്റി പറഞ്ഞ എല്ലാ ദോഷങ്ങളും നിലനിൽക്കുന്നു. PM ശ്രീ എന്ന് പറയുന്നത് അതിന്റെ ഒരു മുഖം മാത്രമാണ്. PM ശ്രീ പദ്ധതിയിലൂടെ നിങ്ങളെ NEP എന്ന് പറയുന്ന 2020-ലെ പുതിയ വിദ്യാഭ്യാസ നയത്തിലേക്ക് കൊണ്ടുവരാനുള്ള പണിയാണ്. അതിന്റെ ദോഷങ്ങൾ CPM-കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒന്നുമില്ലാത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ദോഷങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. PM ശ്രീ എന്ന് പറയുന്നത് ഒരു ബെയ്റ്റാണ്. എന്താ ചെയ്യാ, ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകൾ തിരഞ്ഞെടുക്കും. അത് വലിയ ഹൈടെക് സ്കൂളുകളാക്കും. നല്ല കാര്യം. എല്ലാ സ്കൂളും ഹൈടെക് ആക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലാം നല്ല സ്കൂളുകളാണ്. പുതിയ കാലത്ത് പഠിക്കാൻ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യം വേണം. സർക്കാർ സ്കൂളുകൾ വലിയ തോതിൽ വികസിക്കേണ്ടതുണ്ട്. അതിന് PM ശ്രീ ഫണ്ടോ ഏത് ഫണ്ട് വാങ്ങിച്ചാലും കുഴപ്പമില്ല. കാരണം PM ശ്രീ എന്നുള്ളതല്ല, PM ശ്രീ എന്ന് പേരിടുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണത്. അത് കേന്ദ്രത്തിലെ ഏതെങ്കിലും ആളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടൊന്നും അല്ലല്ലോ. അത് നമ്മുടെ നികുതി പണം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുമ്പോൾ വിദ്യാഭ്യാസത്തിന് നീക്കിവെച്ച ഫണ്ടിൽ നിന്നൊരു ഭാഗമാണ്. അത് കേരളത്തിന് കിട്ടണം, ഒരു സംശയമില്ല. പക്ഷേ അതിനുവേണ്ടി ഈ ഗുണ്ടാവണ്ടി പരിപാടിയിൽ ഒപ്പിടേണ്ട ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ ഒപ്പിട്ടത് അന്ന് തന്നെ ഒരു ക്യാപ്റ്റൻ അബയൻസ് വെച്ചു. ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞാൽ തൽക്കാലം നിർത്തിവെക്കാൻ. നവംബർ 12-നാണ് LDF-കാർ പറഞ്ഞത് ക്യാപ്റ്റൻ അബയൻസ്. നവംബർ 12-ന് ശേഷം അന്ന് പറഞ്ഞത് ക്യാപ്റ്റൻ അബയൻസ് ഞങ്ങൾ പിൻവാങ്ങണമെന്നൊന്നുമല്ല. ഞങ്ങളൊരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ട്, അവർ കൂടി ഇതിന്റെ അഭിപ്രായം പറയുന്നതുവരെ ഞങ്ങൾ മുമ്പോട്ട് പോയില്ല. പക്ഷെ മന്ത്രിസഭാ ഉപസമിതി കൂടിയില്ല. ഉണ്ടായോന്നറിയില്ല, കൂടിയോന്നറിയില്ല. ഒരു മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ റിമൈൻഡർ അയച്ചത് സംബന്ധിച്ച് ഇപ്പോൾ വലിയ വിവാദങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മിണ്ടിയിട്ടില്ല. അങ്ങനെ മിണ്ടാതിരിക്കലാണോ ഒരു സർക്കാരിന്റെ ജോലി എന്ന് വെച്ചാൽ അല്ല. സർക്കാർ ധൈര്യത്തോടെ പറയണം. സർക്കാർ പറയേണ്ടത് എന്താ,
കേരള സർക്കാർ, വി ഡി സതീശന്റെ സർക്കാർ പറയാൻ ബാധ്യതപ്പെട്ടത് ഞങ്ങൾ നിങ്ങളുടെ ഈ PM ശ്രീ പദ്ധതിയിലെ കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് തരാനുള്ള ഫണ്ട് തരണം. തന്നില്ല എങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോവും, ജനങ്ങളെ അണിനിരത്തും, അങ്ങനെ സമരം ചെയ്യും, ഞങ്ങൾക്ക് ഫണ്ട് തരണം. തരാതിരിക്കാൻ ഒരു മാർഗമില്ല, കോടതി ഇടപെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് ധൈര്യം കാണിക്കാതെ ഈ അർത്ഥത്തിൽ ഞങ്ങൾ അവരൊപ്പിട്ട് പോയില്ലേ, ഇതിൽ തിരിച്ചു വിളിക്കാനുള്ള ക്ലോസ് ഉണ്ടോ? ഇല്ല, സത്യമാണ്. ആ MOയിൽ CPM പറഞ്ഞ മാതിരിയല്ല, കരാർ റദ്ദാക്കാൻ ഒരു ക്ലോസും ഇല്ല. റദ്ദാക്കാനുള്ള ക്ലോസ് ഉണ്ട്. എങ്ങനെയാ? കേന്ദ്ര സർക്കാരിന് 1 മാസത്തെ നോട്ടീസ് നൽകി റദ്ദാക്കാം, കേരളത്തിനില്ല. അപ്പോ അത് ഇതിൽ ഏകപക്ഷീയതയാണ്. അങ്ങനെ കരാർ വരാൻ പാടില്ല, ഈ കരാർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് പറയാനുള്ള ബാധ്യത വി ഡി സതീശനും അവരുടെ സർക്കാരും കാണിക്കണം. ഒരു സബ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി എന്ത് റിപ്പോർട്ട് തരും എന്ന് നമുക്കറിയില്ല. എന്ത് റിപ്പോർട്ടായാലും PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്ന പ്രശ്നമില്ല, അതിലെ ഒരു വ്യവസ്ഥയും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെ സതീശൻ സർക്കാർ പറയണം. അതിന്റെ ഫണ്ടുകൾ വാങ്ങിയെടുക്കുകയും വേണം.